നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, മുഖ്യമന്ത്രിക്ക് വനിതാ മതിലിൽ മറുപടിയുമായി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ രംഗത്തെത്തിയിരിക്കുകയാണ്. വനിതാ മതിലിന് ശേഷം കേരളം ചെകുത്താന്റെ നാടായി മാറും എന്നാണ് ജി സുകുമാരൻ നായർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളെല്ലാം കയ്യിലുണ്ടെന്ന് കരുതി ഏത് മുഖ്യമന്ത്രി വിചാരിച്ചാലും ആചാരങ്ങൾ ഒന്നും തന്നെ തകർക്കാൻ സാധിക്കില്ല എന്ന രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മുഖ്യമന്ത്രിക്ക് നേരെ ഉന്നയിച്ചിരിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളെല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആചാരങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നു. ഇത് ഒരു കാരണവശാലും NSS അനുവദിക്കുന്നില്ല. മുഴുവൻ ഹൈന്ദവ സമൂഹത്തിന്റെയും ആചാരമാണിത്. ഈ ആചാരങ്ങൾ സംരക്ഷിക്കാനാണ് NSS ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിൽ ഒരു പടി പോലും വിട്ടുവീഴ്ച നടത്തില്ല എന്ന് തന്നെയാണ് NSS വീണ്ടും പറഞ്ഞിരിക്കുന്നത്. വനിതാ മതിലിൽ പങ്കെടുക്കാത്തതിൽ NSSനെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു സാമുദായിക സംഘടനാ നേതാക്കളും അടക്കം രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സുകുമാരൻ നായരുടെ മറുപടി. വനിതാ മതിലിന് ശേഷം കേരളം ചെകുത്താന്റെ നാടായി മാറും എന്നാണ് സുകുമാരൻ നായർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നവോത്ഥാനം എന്തെന്ന് അറിയാത്തവരാണ് NSSനെ നവോത്ഥാനം പഠിപ്പിക്കാൻ വരുന്നതെന്നും സുകുമാരൻ നായർ പറയുന്നു. ആദ്യം ആചാരവും അനാചാരവും തമ്മിലുള്ള വ്യത്യാസം കമ്മ്യൂണിസ്റ്റുകാർ പഠിച്ചിട്ട് വരണം, എന്നിട്ട് വേണം NSSനെ പഠിപ്പിക്കാൻ വരാൻ എന്നും സുകുമാരൻ നായർ തുറന്നടിക്കുന്നു. മന്നത്ത് പത്മനാഭന്റെ പാതയിലല്ല തങ്ങൾ പോകുന്നതെന്ന് പറയാൻ മുഖ്യമന്ത്രിക്കും മറ്റ് സംഘടനകൾക്കും എന്താണ് അധികാരമെന്നും അത് പരിശോധിക്കാൻ നിങ്ങളെ ആരാണ് ചുമതലപ്പെടുത്തിയതെന്നും NSS ഇപ്പോൾ രൂക്ഷമായി വിമർശിക്കുന്നു. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഇപ്പോൾ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പറയാൻ മുഖ്യമന്ത്രിക്ക് എന്താണ് അവകാശമെന്നും NSS ചോദിക്കുന്നു. NSSന് യാതൊരുവിധ രാഷ്ട്രീയവുമില്ല എന്നാണ് സുകുമാരൻ നായർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മന്നം ജയന്തിയോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. അതേസമയം തങ്ങളുടെ അംഗങ്ങൾക്കും ഏത് രാഷ്ട്രീയം സ്വീകരിക്കാനുള്ള കടമയുമുണ്ട്, ഏത് രാഷ്ട്രീയം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം NSS നൽകിയിട്ടുണ്ട് എന്നും സുകുമാരൻ നായർ തുറന്നു പറയുന്നു. അതൊക്കെ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്, അതിലൊന്നും കൈകടത്താൻ NSS ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സംഘടനയ്ക്കുള്ളിൽ രാഷ്ട്രീയം കലർത്താൻ അനുവദിക്കില്ല. തങ്ങളുടെ NSSന്റെ ഭാരവാഹികൾക്കും NSSന്റെ അംഗങ്ങൾക്കും ഏത് രാഷ്ട്രീയം വേണോ സ്വീകരിക്കാം, പക്ഷേ സംഘടനയ്ക്കുള്ളിൽ ഒരിക്കലും രാഷ്ട്രീയം കലർത്താൻ സമ്മതിക്കില്ലെന്നും NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തുറന്നടിക്കുന്നു. ഒരു സമുദായ നേതാവ് കേന്ദ്ര പോലീസിന്റെ അകമ്പടിയോടെ നടക്കുന്നുണ്ടെന്നും സുകുമാരൻ നായർ പറയാതെ പരിഹസിക്കുന്നു. സർക്കാരിന്റെ നീക്കങ്ങളെ ഗാന്ധിയൻ മാർഗത്തിലൂടെ ചെറുക്കുമെന്നും NSS ഇപ്പോൾ തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.